Hello everyone, welcome back to Career Line Kerala, Center for Development of Advanced Computing. Bangalore, Chennai, Hyderabad, Kolkata, Mohali, Mumbai, Noida, Pune, തിരുവനന്തപുരം സെൻറ്റർ ഇൻ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ 10ഓളം ലൊക്കേഷൻസിലായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 14 ലക്ഷം രൂപ വരെ CTC ലഭിക്കാവുന്ന ജോലികളുണ്ട്. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് ഏകദേശം 34 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആ 34 വാക്കൻസീസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ട് തന്നെ എന്നാൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ആൻഡ് ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് അസിസ്റ്റന്റ് 1 ആണ്. പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വരുന്നത് 3 പോസ്റ്റാണ് വന്നിട്ടുള്ളത്. 3 വാക്കൻസീസ് ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻസ് വരുന്നത്. ആൻഡ് ഏജ് എന്ന് പറയുന്നത് 35 ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. CTC വരുന്നത് 3.36 LPA ആണ്. ആൻഡ് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് 2നകത്തും സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിലാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും സെയിം തന്നെയാണ്. 35 വയസ്സ്, മിനിമം 4 ഇയേഴ്സ്, CTC 3.36 ആൻഡ് 3 ഇയേഴ്സ് കോൺട്രാക്റ്റ് ആണ്. ദെൻ മൂന്നാമത് വരുന്നത് പ്രൊജക്ട് അസിസ്റ്റന്റ് 3 ആണ്. പ്രൊജക്ട് അസിസ്റ്റന്റ് 3 വരുന്നത് സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കേണ്ട. ഡിപ്ലോമയിൽ 35 വയസ്സ്, 4 വർഷത്തെ എക്സ്പീരിയൻസ്, 3.36 സാലറി, അതുപോലെ തന്നെ 3 വർഷത്തെ ഡ്യൂറേഷൻ കോൺട്രാക്റ്റ് ആയിരിക്കും. അടുത്ത് വരുന്നത് പ്രൊജക്ട് അസിസ്റ്റന്റ് 4. ഇതിനകത്ത് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ആണ്. നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ ആണ്. ആൻഡ് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ്, 3.36 LPA ആൻഡ് 35 വയസ്സാണ് വരുന്നത്. ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് 5 ഒരു വാക്കൻസി ആണ്. 35 വയസ്സ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ്, 3.36 ലക്ഷം രൂപ CTCയും അതുപോലെ തന്നെ 3 വർഷത്തെ ഡ്യൂറേഷനുമാണ് വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് ഫ്രഷർ എക്സ്പീരിയൻസ്ഡ് പോസ്റ്റ് ആണ്. പ്രൊജക്ട് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡ് പോസ്റ്റ് 2 വാക്കൻസീസ് ആണ് ഉള്ളത്. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് BTech ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. CTCയും അതുപോലെ തന്നെ ഡ്യൂറേഷനും സെയിം തന്നെയാണ്. 3.36 LPAയും അതുപോലെ തന്നെ 3 വർഷത്തെ ഡ്യൂറേഷനുമാണ് വരുന്നത്. ദെൻ പ്രൊജക്ട് അസോസിയേറ്റ് ഫ്രഷർ 1 വാക്കൻസി ആണ്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. CTC 3.68 LPA ആൻഡ് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണ്. പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് അകത്ത് വരുന്നത് 3 വാക്കൻസീസ് ആണ്. 45 വയസ്സ്, BTech വിത്ത് 60% ആണ്. നിങ്ങൾക്ക് 60% BA അല്ലെങ്കിൽ BTech നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ MTech ഉണ്ടായിരിക്കണം. MTech ആണെങ്കിൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇതിലേതെങ്കിലും ആയിരിക്കണം സ്പെഷ്യലൈസ് ചെയ്തിരിക്കേണ്ടത്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സ്കില്ല് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. മിനിമം CTC എന്ന് പറയുന്നത് 5.40 ആണ്. ഏകദേശം 5.4 ലക്ഷം രൂപ മിനിമം സാലറി വരുന്നുണ്ട്. ആൻഡ് എക്സ്പീരിയൻസിന് അനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ ഹൈക്ക് ഉണ്ടായിരിക്കും. ആൻഡ് 3 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നത്. അടുത്ത് വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ് 2 ആണ്. അതിനകത്ത് വരുന്നത് 2 വാക്കൻസീസ്, 45 വയസ്സ് തന്നെയാണ്. ആൻഡ് സ്പെഷ്യലൈസേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇതിനകത്ത് വരുന്നത് സാലറിയും അതുപോലെ തന്നെ ഡ്യൂറേഷനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അടുത്ത പ്രൊജക്ട് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ്ഡ് 3 ആണ്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് CTC വരുന്നത് 5.40 ആണ്. ഇവിടെയും എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ഹയർ സാലറി ഓഫേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസും 3 ഇയേഴ്സ് കോൺട്രാക്റ്റും ആണ് വരുന്നത്. അടുത്ത് വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ 4 ആണ്. എക്സ്പീരിയൻസിനകത്ത് 4, പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയാണ്. 45 വയസ്സ്, BTech ക്വാളിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 5.40 LPA, 3 ഇയേഴ്സ് കോൺട്രാക്ട്. സാലറിയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് അനുസരിച്ച് ഹയർ സാലറീസ് അവർ ഓഫർ ചെയ്യും. ബേസിക് സാലറിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ 1 ഇതിനകത്ത് വരുന്നത്
13 പോസ്റ്റുകളാണ്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BE ഓർ BTech വിത്ത് 60% അല്ലെങ്കിൽ ME ഓർ MTech. അതല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതിലേതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, ഇത്രയാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാനാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ CTC എന്ന് പറയുന്നത് 5.40 LP ആണ് ഒരു വർഷത്തെ നിങ്ങളുടെ CTC വരുന്നത്. 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് ഓക്കെ. ദെൻ പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ 2 ആണ്. പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ 2-നകത്ത് വരുന്നത് 2 വാക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് 30 ആണ്. MTech ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. MTech നിങ്ങൾ പവർ ഇലക്ട്രോണിക്സിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. സാലറി വരുന്നത് 5.40 LP ആണ്. 3 വർഷത്തെ ഡ്യൂറേഷനാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജർ ആണ്. പ്രൊജക്ട് മാനേജർ 1 ആണ്. അതിനകത്ത് വരുന്നത് ഒരു വാക്കൻസിയാണ്. 56 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BE ഓർ BTech, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ MTech ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. മിനിമം 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 12.63 ലക്ഷം മുതൽ 22.9 ലക്ഷം രൂപ വരെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടാണ് ഈ ഒരു സാലറി വരുന്നത്. 3 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് പ്രൊജക്ട് മാനേജർ 2 ആണ്. പ്രൊജക്ട് മാനേജർ 2 പോസ്റ്റിനകത്ത് വരുന്നത് 56 വയസ്സാണ്. ഒരു പോസ്റ്റാണ് വന്നിട്ടുള്ളത്. BE ഓർ BTech വിത്ത് 60%. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ്, MBA, MTech ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. മിനിമം 9 ഇയേഴ്സ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സാലറിയും കോൺട്രാക്ട് 3 ഇയേഴ്സ് തന്നെയാണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ദെൻ പ്രൊജക്ട് മാനേജർ 3. പ്രൊജക്ട് മാനേജർ 3-ക്കകത്ത് വരുന്നത് ഒരു വാക്കൻസിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇതിലേതെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സാലറി ആണെങ്കിലും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ആണെങ്കിലും ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്നത് പ്രൊജക്ട് മാനേജർ 4. പ്രൊജക്ട് മാനേജർ 4 വരുന്നത് ഇതേ പോസ്റ്റുകൾ. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech വിത്ത് 60%, അല്ലെങ്കിൽ നിങ്ങൾക്ക് MTech, അതല്ലെങ്കിൽ PhD. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വരുന്നത്. മിനിമം 9 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറിയും അതുപോലെ തന്നെ ഡ്യൂറേഷനും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് പ്രൊജക്ട് മാനേജർ 5 ആണ്. പ്രൊജക്ട് മാനേജർ 5-നകത്ത് വരുന്നത് ഒരു പോസ്റ്റാണ്, ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. 56 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. 60% BTech, അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസേഷൻ. 9 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സാലറിയും ഡ്യൂറേഷനും സെയിം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊജക്ട് മാനേജർ 6 വരുന്നത് ജമ്മുവിലാണ്. പ്രൊജക്ട് ഓഫീസർ 1 അത് തിരുവനന്തപുരം തന്നെയാണ് വരുന്നത്. പ്രൊജക്ട് ഓഫീസർ 1-നകത്ത് 3 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ വായിക്കാവുന്നതാണ്. വേറെ ലൊക്കേഷൻസും ഒക്കെ അവൈലബിൾ ആണ്. അടുത്ത പോസ്റ്റ് വരുന്നത് പ്രൊജക്ട് ഓഫീസർ പോസ്റ്റ് ആണ്. പ്രൊജക്ട് ഓഫീസർ പോസ്റ്റിൽ 3 വാക്കൻസീസ് ആണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 50 വയസ്സാണ് വരുന്നത്. 2 ഇയേഴ്സ് ഫുൾ ടൈം MBA ഇൻ ഫിനാൻസ്, അല്ലെങ്കിൽ MCOM, അതല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് മിനിമം 5.11 LP ആണ്. മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. ഡ്യൂറേഷൻ വരുന്നത് 3 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നത്. ദെൻ അടുത്ത പ്രൊജക്ട് മാനേജർ തന്നെയാണ്. പ്രൊജക്ട് മാനേജർ 2 ആണ് വരുന്നത്. പ്രൊജക്ട്
പ്രൊജക്ട് സപ്പോർട്ട് സ്റ്റാഫാണ് അടുത്ത് വരുന്ന പോസ്റ്റ്. അതിനകത്ത് വരുന്നത് ഒരു പോസ്റ്റാണ്, 35 ഏജ് ലിമിറ്റ് വരുന്നത്. ബികോം വിത്ത് മിനിമം 50% മാർക്കാണ്. ബികോം ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എംകോം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബികോം ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എംകോം ആണെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. സാലറി വരുന്നത് മിനിമം സാലറിയാണ് 2.89 LPA ആൻഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂടുതലുണ്ടാവും. 3 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് പ്രൊജക്ട് സ്റ്റാഫ് 2 ആണ്. പ്രൊജക്ട് സ്റ്റാഫ് 2-നകത്ത് വന്നിരിക്കുന്ന 2 പോസ്റ്റുകളാണ്. 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഗ്രാജുവേഷൻ വിത്ത് 50% മാർക്കാണ്. നിങ്ങൾക്ക് ഏത് ഗ്രാജുവേഷൻ ആണെങ്കിലും പ്രശ്നമില്ല. ആൻഡ് മിനിമം 3 years എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് MS ഓഫീസ് അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ഏത് ഗ്രാജുവേഷൻ ആണെങ്കിലും പ്രശ്നമില്ല. ആൻഡ് മിനിമം സാലറി എന്ന് പറയുന്നത് 2.89 LPA ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ദെൻ അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ടെക്നീഷ്യനാണ്. പ്രൊജക്ട് ടെക്നീഷ്യനും 4 പോസ്റ്റുകളാണ് ഉള്ളത്. ആദ്യത്തേതിനകത്ത് വരുന്നത് ഒരു വാക്കൻസിയാണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. നിങ്ങൾക്ക് ITI ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ട്രേഡ് സർട്ടിഫിക്കറ്റ് വിത്ത് NCVT അല്ലെങ്കിൽ IT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ വരുന്നത് COPA ആണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. CTC വരുന്നത് 2.89 LPA ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത്. 3 വർഷത്തെ ഡ്യൂറേഷൻ കോൺട്രാക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിന് അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ടെക്നീഷ്യൻ 2. പ്രൊജക്ട് ടെക്നീഷ്യൻ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 3 years എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 2.89 ആണ് LPA വരുന്നത്. 3 years ആണ് എക്സ്പീരിയൻസ്. അതിനടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ടെക്നീഷ്യൻ 3 ആണ്. പ്രൊജക്ട് ടെക്നീഷ്യൻ 3 എന്ന് പറയുമ്പോൾ 4 വാക്കൻസീസ് വന്നിട്ടുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ്, 3 വർഷത്തെ കോൺട്രാക്റ്റും ആണ് വരുന്നത്. അതിനടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ടെക്നീഷ്യൻ 4 ആണ്. പ്രൊജക്ട് ടെക്നീഷ്യൻ 4-നകത്ത് ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഏജ് 30 ആണ്. ട്രേഡ് സർട്ടിഫിക്കറ്റ് വിത്ത് NCVT അല്ലെങ്കിൽ ITI സ്പെഷ്യലൈസേഷൻ MRAC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ കോൺട്രാക്റ്റും 3 വർഷത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. 2.89 LPA ആണ് സാലറി വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറിനകത്ത് മൊത്തം 8 പോസ്റ്റുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് 3 വാക്കൻസീസ് ഉണ്ട്. 40 വയസ്സ്, BA or BTech അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ MTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. 4 വർഷത്തെ എക്സ്പീരിയൻസ്. ഇതിൻ്റെ സാലറി വരുന്നത് 8.49 LPA മുതൽ 14 LPA വരെയാണ് വരുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി ഓഫർ ചെയ്യുന്നത്. ആൻഡ് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനടുത്ത് വരുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 2 ആണ്. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 2-നകത്ത് സ്പെഷ്യലൈസേഷൻ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. മിനിമം 4 years എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സാലറി കോൺട്രാക്റ്റും സെയിം തന്നെയാണ് വരുന്നത്. ദെൻ വരുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 3 ആണ്. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 3-ക്കകത്ത് ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഏജ് വരുന്നത് 40 വയസ്സാണ്. ആൻഡ് BTech വിത്ത് 60%, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ്, MTech അല്ലെങ്കിൽ PhD ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് ആണ്. മിനിമം 4 years ആണ് എക്സ്പീരിയൻസ്. സാലറി വരുന്നത് 14 lakhs ഒരു സാലറി വരുന്നുണ്ട്. 3 years ഡ്യൂറേഷൻ ആണ് വരുന്നത്. ആൻഡ് ദെൻ വരുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 4 ആണ്. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 4-നകത്ത് ഒരു വാക്കൻസി, 4 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ സീനിയർ എഞ്ചിനീയറിംഗ് 5 ആണ് അടുത്ത് വരുന്നത്. 5-നകത്ത് വരുന്നത് ഒരു വാക്കൻസി തന്നെയാണ്. ഇതിനകത്ത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ്, 14 LPA, അതുപോലെ തന്നെ 3 വർഷത്തെ കോൺട്രാക്റ്റും ആണ് വരുന്നത്. ആൻഡ് ദെൻ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ 6 അതിനകത്ത് വരുന്നത് ഒരു വാക്കൻസി, 40 വയസ്സാണ് വരുന്നത്. അതിനകത്ത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. 14 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന ജോലിയാണ്.
ലാസ്റ്റ് പോസ്റ്റ് വരുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ ഇൻ 7 ആണ്. ഇതിനകത്ത് എംടെക് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എംടെക് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പവർ ഇലക്ട്രോണിക്സ് ആണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. മിനിമം 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് നിങ്ങളുടെ സാലറി വരുന്നത് 14 ലക്ഷം രൂപ വരെയാണ് സാലറി വരുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും. ബേസിക് പേ എന്ന് പറയുന്നത് 8.49 LP ആണ്. CTC ആണ് ഇതിനകത്ത് പറയുന്നത്. ആനുവൽ സാലറിയാണ് പറയുന്നത്. ആൻഡ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് ആ പോസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ അപ്ലൈ ബട്ടൺ ഉണ്ടാവും. ആ അപ്ലൈ ബട്ടണിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓരോന്നിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഉണ്ടാകും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി വേണമെങ്കിലും എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വലിച്ചു നീട്ടാതെയാണ് വീഡിയോസ് പറഞ്ഞു തീർത്തത്. അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ എല്ലാ നോട്ടിഫിക്കേഷനും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. ഒരുപാട് വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക്